എല്ലാവർക്കും ആൻസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ആപ്പിൾ കേക്ക് ആണ്. യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു വീഡിയോ. ഞാനിത് ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആപ്പിൾ ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് നമുക്ക് ഇതുപോലൊരു പീലർ വെച്ച് കളയാം. തോലെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഭാഗം നമുക്കങ്ങ് മുറിച്ച് കളയാം. ഇതുപോലെ ഞാൻ മുറിച്ച് കളയാണ്. ഇത് മുറിച്ചെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു പാനിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഉടച്ചപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഞാനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് മാറ്റാം. ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂവപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. ഇതൊക്കെ ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇളക്കി ഇതൊരു നല്ല തിക്കായിട്ട് വരണം. കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ഒരു 4 മുതൽ 5 ഡ്രോപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതൊരു ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. അടുത്തതായിട്ട് കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രെയിനർ വെച്ച് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ നടുക്കൊരു കുഴി വെച്ചുകൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1/4 കപ്പ് തൈര്, 1/2 കപ്പ് പാല്, പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലെ എല്ലാം കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിലെ ബബിൾസ് എല്ലാം കളയാം. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്കൊരു തവ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കാം. ഇതൊന്ന് 10 മിനിറ്റ് ചൂടാക്കി എടുക്കണം. 10 മിനിറ്റിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ബേക്കിംഗ് ട്രേ ഇതിലേക്ക് വെച്ച് മൂടി വെക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് ഇതുപോലെ വെക്കാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയെടുത്തത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്ററിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റോ ബോർഡോ എടുത്ത് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ കേക്ക്, 1 ലെയർ കേക്ക് വെച്ച് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന് ശേഷം 1 ലെയർ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതൊരു കത്തിയോ അതോ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ലെയർ ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ജെല്ല് 1 ലെയർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അടുത്ത സെക്കൻഡ് ലെയർ കേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പിന്നെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി കുറച്ച് ജെല്ല് കൂടി അപ്ലൈ ചെയ്ത് ഇനി ലാസ്റ്റ് ലെയർ കേക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് വേറെ ടൂൾസൊന്നുമില്ല, ഞാൻ അധികം ടൂൾസൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മിക്സിയൊക്കെ വാങ്ങിക്കില്ല, അതിൻ്റെ കൂടെ കിട്ടിയൊരു നൈഫാണ്. അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, ഇത് നൈഫാണ് ആ മിക്സിയുടെ കൂടെ കിട്ടുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസായിരുന്നു, പാർസലിൻ്റെ ഒക്കെ മുകളിൽ വെക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുത്തത്. ഇപ്പോൾ കേക്ക് മൊത്തം ഞാൻ മുഴുവൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്ന ആപ്പിൾ ജെൽ അതും കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് കുറച്ച് ആപ്പിൾ ജെൽ ഇട്ട് കൊടുത്ത് സൈഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലെടുത്ത് ഞാനൊരു റോസ് ഫ്ലവർ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അധികം ചെയ്ത് ശീലമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അറിയില്ല ആക്കാൻ. അപ്പോൾ ട്രൈ ചെയ്തു ഉണ്ടാക്കാൻ, ഏകദേശം ആയി കാണുമ്പോൾ. അങ്ങനെ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തു താഴെയും മുകളിലൊക്കെ ആയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ റോസിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, അത് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ആപ്പിളിൻ്റെ ഫ്ലേവർ നല്ല രസമാണ്. ജെല്ലിന് നല്ലൊരു ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ടേസ്റ്റായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. ഉള്ളിലത്തെ കേക്കും സ്പോഞ്ചൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രീമിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ പഞ്ചസാരയൊന്നും ചേർക്കാണ്ടിരുന്നത്. അപ്പോൾ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.